ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവില് നമ്മുടെ സച്ചിയും രേവതിയും കൂടിയിട്ട് സച്ചിയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അതേ സമയത്ത് തന്നെ അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ അയാൾ വളരെ മോശമായ രീതിയിൽ സച്ചിയെ പറ്റി അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ പൊട്ടൻ ലോട്ടറി അടിച്ച മാതിരിയാണ്, വിദ്യാഭ്യാസം ഇല്ല എന്നുള്ള രീതിയിലൊക്കെ വളരെയധികം പരിഹാസത്തോടു കൂടി കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. അങ്ങനെ ആ സമയത്ത് സച്ചി നേരെ കൈവയ്ക്കുന്നുണ്ട്, അയാളെ തല്ലുകയാണ്. അയാളെ തല്ലുന്ന ഇടയിലേക്കായിട്ട് ഇവർ താമസിക്കുന്ന വീടിന്റെ ഓണർ വരുന്നുണ്ട്. ഓണറും ഭാര്യയും കൂടി വരികയാണ്. അപ്പൊ അയാളെ പിടിച്ചു മാറ്റാൻ നിൽക്കുന്ന അതേ നേരത്ത് സച്ചി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. സച്ചി ആണെങ്കിൽ അയാളെ ഇട്ട് തല്ലുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് രേവതി അവിടേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്ത് രേവതി വളരെയധികം ദേഷ്യത്തോടു കൂടി സച്ചിയോട് നിർത്ത് എന്നൊക്കെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ഇതെല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ദേവു ഒന്നും മിണ്ടുന്നില്ല. ദേവു എന്നിട്ട് സച്ചിയേട്ടനോട് ന്യായീകരിച്ച് സംസാരിക്കുകയാണ് രേവതിയോട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കേണ്ട, നീ ചേട്ടന്റെ ന്യായീകരിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ചേട്ടന്റെ ഭാഗത്തല്ല തെറ്റ് എന്നൊക്കെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിച്ച് അവർ രണ്ടുപേരെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഹൗസ് ഓണർ ഒന്നും മിണ്ടാതെ ആ കവളും പൊത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹൗസ് ഓണറെ ഭാര്യ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനമായില്ലേ? നിങ്ങളെ കൂട്ടുകാരന്റെ ഭാര്യ മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സഹായിച്ചതല്ലേ, ഇപ്പൊ എന്തായി? വല്ലൊരു അടി മേടിക്കേണ്ട അവസ്ഥ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവരവിടെ നിന്നും പോകുന്നുണ്ട്. രേവതി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും കേൾക്കാൻ അയാൾ കൂട്ടാകുന്നില്ല. അതിനുശേഷമാണെങ്കിൽ വഴിയരികിൽ വെച്ചിട്ട് രേവതി സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തിട്ടും ശരിയായില്ല എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെ, നീ അവിടെ നടന്ന കാര്യങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്നു, എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതിക്ക് വിഷമം തോന്നുന്നുണ്ട്. അങ്ങനെ രേവതി പറയാണ്, എന്തായാലും ആ ഓണറെ തല്ലിയത് തീരെ ശരിയായില്ല എന്ന് പറയുമ്പോൾ, ഓണറോ അത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആളതിൻ്റെ ഇടയിൽ പെട്ടത് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തായാലും പിടിച്ചു മാറ്റാൻ വന്നതിൻ്റെ ഇടയിൽ ആരെ തല്ലണം എങ്ങനെ തല്ലണം എന്നൊക്കെ എനിക്ക് നോക്കാൻ പറ്റും, പെട്ടെന്ന് അയാൾക്ക് കൂടി കിട്ടിപ്പോയതാണ്, അതിലെനിക്ക് നല്ല സഹതാപമുണ്ട്, എന്തായാലും അത് പാപമായി പോയി എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ കുറ്റബോധത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം വീണ്ടും സച്ചിയും രേവതിയും സച്ചിയുടെ വീട്ടിലേക്കായിട്ട് പോകുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ വീട്ടിലെത്തുന്നതിന് മുന്നേ വീട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ രേവതിയുടെ മുഖം ഒരു കൊട്ടയുണ്ട്, മുഖമൊക്കെ വീർത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നിന്റെ ഈ മുഖം ദേഷ്യപ്പെടുത്തോടുള്ള ഈ മുഖം കൊണ്ട് നീ അകത്തേക്ക് ചെല്ലല്ലേ, അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന് ദേഷ്യം, അച്ഛൻ കാര്യങ്ങളൊക്കെ തിരക്കും. അപ്പൊ അതുകൊണ്ട് നീ ഇനിയിപ്പോ പറഞ്ഞത് പോരാന്നുണ്ടെങ്കിൽ നീ ഇനി എന്നോട് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് നീ അകത്തേക്ക് പോയാൽ മതി, സന്തോഷത്തോടു കൂടിയുള്ള മുഖത്തോടു കൂടി നീ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ അരികിലേക്ക് രേവതിയും സച്ചിയും കൂടി ചെല്ലാണ്. സച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല അച്ഛന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, നോക്കി അച്ഛ എങ്ങനെയുണ്ട്, അവളുടെ വീട്ടുകാരിട്ട് തന്നാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അത് എന്തായാലും നന്നായി, ഇതിന്റെ ഇത് കഴുത്തിൽ വന്നപ്പോൾ നിന്റെ മുഖത്ത് നല്ല തെളിച്ചുണ്ട്, നിന്റെ സ്വഭാവമൊക്കെ എന്തായാലും ഇനി മാറുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് അച്ഛന്. അതിനുശേഷം ബെഡ്റൂമിലെത്തുന്ന രേവതി വീണ്ടും വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നീ ഇതുവരെ അത് വിടാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെങ്ങനെ വിടാനാണ്, അത്രയും നല്ല സംഭവങ്ങളല്ല അവിടെ നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സച്ചി രേവതി അറിയാതെ ആ ഓണറെ ചെന്ന് കാണുകയും അയാളോട് മാപ്പ് പറയുകയും ചെയ്തു പോയ തെറ്റിന് ആളെ മാപ്പ് പറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നാളെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.